മനുഷ്യൻ ഇങ്ങനെ എങ്ങും നിലനിൽക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇങ്ങനെ ആകാശത്തൂടെ കടന്നു പോകുന്ന കിളികൾ ഇങ്ങനെ ആകാശത്ത് ബ്രഷ് സ്ട്രോക്സ് കൊടുക്കാത്ത കണക്ക്, പുഴയിലെ മീനുകൾ ഓളങ്ങൾ സൃഷ്ടിക്കാത്ത കണക്ക് ഈ മനുഷ്യൻ യാതൊരു അടയാളവും കൊടുക്കാതെ ഇങ്ങനെ കടന്നു പോയി. അയാൾ ഒന്നിനോട് ശടിച്ചിട്ടില്ല. അയാൾ എല്ലാവർക്കും വേണ്ടി ചിന്തിക്കാനുള്ള ശ്രമമായിരുന്നു. ഒരുപക്ഷെ ഇത്തരം ചില സമീപനങ്ങളിൽ നിന്നാണ് യേശുവിൻ്റെ നീതിബോധം രൂപപ്പെട്ടത്. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മുമ്പിൽ ഒരു സ്ത്രീയെ ഇങ്ങനെ ആൾക്കൂട്ടം വധിക്കപ്പെടാൻ അർഹതയുള്ളവളെന്ന് പറഞ്ഞ് മുമ്പിലേക്ക് തള്ളി ഇടുമ്പോൾ നിശ്ചയമായിട്ടും യേശു പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് ജോസഫ് ചെയ്ത കാര്യത്തിൻ്റെ ആവർത്തനവോ തുടർച്ചയോ അതേ കാര്യത്തിൻ്റെ തന്നെ തിടംവെച്ച അനുഭവമൊക്കെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. പണ്ട് ഒരു 10-30 വർഷം മുമ്പ് ഇത് കണക്ക് സംശയത്തിന് വിധേയപ്പെട്ട ഒരു സ്ത്രീയോട് അന്നത്തെ ആചാരങ്ങളനുസരിച്ചിട്ട് ചില കാര്യങ്ങളിൽ ജോസഫ് എന്ന് പറയുന്ന അച്ഛൻ ഏർപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ മേരി ഉണ്ടാവില്ല.